ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിഥുൻ എന്ന് പറയുന്ന ആ ഒരു ഒരു തട്ടിപ്പുകാരനെ കുറിച്ചുള്ള കുറേശ്ശെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോരുത്തർ പറഞ്ഞതെല്ലാം റിവൈൻഡ് അടിക്കുകയാണ്. എല്ലാവരും പറഞ്ഞത് നല്ലതിനായിരുന്നു എന്ന് ഇപ്പം ഇത്ര ഇരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമ്മുടെ ആര്യൻ ഈ കഥ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മര്യാദയ്ക്ക് ഞാൻ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അന്ന് അവളത് കേട്ടില്ല. അവൾ തീർന്നു മാമ, അവൾ തീർന്നു എന്ന് തറപ്പിച്ച് തന്നെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം നമ്മുടെ ധർമ്മന്. കാരണം ആ പെങ്കൊച്ചിൻ്റെ ജീവിതം നശിച്ചു പോവുകയാണല്ലോ എന്നുള്ളൊരു വിഷമം. അങ്ങനെ ധർമ്മൻ ആകെ വിഷമിച്ച് നിൽക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നീ ആരോടും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞാണ് ധർമ്മം കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ ഇല്ല മാമ, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാമനും മോനും കൂടി അതെല്ലാം സംസാരിച്ചു. മിത്രയുടെ ജീവിതം അതോ ഗതിയായെന്നുള്ള കാര്യം മനസ്സിലാക്കി. പിന്നെ റൂമിലേക്ക് ചെന്നിട്ടാണെങ്കിൽ നമ്മുടെ ആര്യൻ ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആര്യൻ്റെ മുഖത്താണെങ്കിൽ ഭയങ്കര ദുഃഖവും കാര്യങ്ങളും ഒക്കെ. അപ്പം ആര്യൻ അതിലങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ മാധവൻ അതുവഴി വരുന്നത്. മാധവൻ അതുവഴി വന്നപ്പോൾ മാധവൻ ചോദിച്ചു, ആഹാ ബ്രോ ഇവിടെ ഉണ്ടായിരുന്നോ, എന്താണ് മുഖത്തൊരു വല്ലാത്ത വിഷമം തുടങ്ങിയ കാര്യമൊക്കെ ചോദിച്ചപ്പം ഈ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ലാത്ത ഒരാളുടെ മുഖം ഇരിക്കുന്നത് പോലെ അല്ലല്ലോ ബ്രോയുടെ മുഖം ഇരിക്കുന്നത്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഒന്നുമില്ലെന്നൊക്കെ പറയും, പിന്നെ ആവശ്യം വരും, എന്നെ കൊണ്ടും ആവശ്യമൊക്കെ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. താൻ എന്താണോ ഈ പറയുന്നത്, എനിക്ക് തന്നെ കൊണ്ട് എന്താ ആവശ്യം വരാനാണെന്ന് ആര്യൻ എന്നേരം ചോദിച്ചു. അതൊക്കെ നമുക്ക് പോകെ അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാധവൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആര്യൻ, ഇയാൾക്ക് ഇതെന്താ പറ്റിയേ, ഇയാളെ കൊണ്ട് എനിക്കെന്ത് ഉപകാരം വരാനാ എന്നുള്ളൊരു രീതിയിൽ അവിടെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് ആരും റൂമിലേക്ക് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ അമ്മയും അതുപോലെ മീനുവും കൂടി തൊഴുത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോമതി ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇവനെ കണ്ടതിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുന്നു നമ്മുടെ മീനു. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആകാശിൻ്റെ കോള് മീനുവിൻ്റെ ഫോണിലേക്ക് വരിക. അപ്പോൾ വളരെ രഹസ്യമായി വളരെ ഇതായിട്ടാണ് ഫോൺ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീനു കോൾ എടുത്തു. ആകാശ അമ്മയെന്ന് പറഞ്ഞു ഫോൺ എടുത്തു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പറയാനായിരിക്കും. മോള് വേഗം കോൾ എടുക്കാൻ പറഞ്ഞുകൊണ്ട് ഭയങ്കര ധൃതിയിൽ കോൾ എടുപ്പിക്കുകയാണ് മീനുവിനെ കൊണ്ട് ഗോമതി. അങ്ങനെ കോൾ എടുത്ത് സംസാരിക്കുന്നു. ഹലോ ആകാശ്, എന്തുണ്ട് വിശേഷം, കല്യാണമൊക്കെ അടിപൊളിയായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മീനു ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പ്രശ്നമോ, എന്ത് പ്രശ്നമാടാ, എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് കല്യാണം മുടങ്ങിപ്പോയി, മിത്ര ഒളിച്ചോടിയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നീ എന്താ ഈ പറയണേ? അതെ, അത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു എന്താ പറയുന്നത്, മിത്ര അങ്ങ് നടുങ്ങിപ്പോയി. പിന്നെ അവിടുത്തെ ശബ്ദവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആകാശം കേൾക്കുന്നത്. അതായത് ആ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണമംഗലത്ത് അനന്തൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു. ഇപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ബാലനെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാത്തിൻ്റെയും കൂടെ നാണക്കേട് മൂത്ത് ഇദ്ദേഹമാണെന്നുണ്ടെങ്കിൽ വാതിൽ അടച്ച് മുറിയിൽ കയറി ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങുക. അങ്ങനെ ഫാനിൽ കുരുക്കിട്ട് കെട്ടി തൂങ്ങി മരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴേക്കും വലിയ കൂട്ടക്കരച്ചിൽ ഒച്ചയൊക്കെ ആയി. അപ്പോൾ ആകാശം അവിടെ ഉണ്ടായിരുന്നു. മീനു ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തിട്ട് ആകാശം ഓടി ചെന്നപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഒരു വാതിലിൻ്റെ മുന്നിൽ നിന്ന് കരയുന്നുണ്ട്. എന്താ കാര്യം എന്നാണെന്നുണ്ടെങ്കിൽ പറയുന്നുമില്ല. അപ്പോൾ അനന്തേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ആകാശിന് കാര്യം മനസ്സിലായി. ആകാശ് എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അവിടുന്ന് ആ ഡോറൊക്കെ ചവിട്ടി തുറന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ അനന്തൻ്റെ കഴുത്തിൽ കുരുക്കിയിട്ട് അനന്തൻ ഇങ്ങനെ ആ ഒരു മരണവെപ്രാളം എടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആകാശ് ചെല്ലുന്നതും വാതിൽ ചവിട്ടി തുറക്കുന്നതും ആ കുരുങ്ങിക്കിടക്കുന്ന അനന്തനെ ഇങ്ങനെ എന്താ പറയുന്നത് കാല് ഇതാക്കിയെടുത്തു. അപ്പോഴത്തേക്കും എല്ലാവരും വന്നു അനന്തനെ അതിൽ നിന്ന് ഊരിയെടുക്കുന്നു. അങ്ങനെ മരണത്തോ നിന്നും അനന്തനെ നമ്മുടെ ആകാശ് വന്ന് രക്ഷിക്കുകയാണ്. അപ്പോൾ ഇവരോടുള്ള അവരുടെ കടപ്പാട് ഈ ജന്മം മാറുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ വരുന്നത്. ഈ സമയത്ത് നമ്മുടെ മീനുവിനോട് ഗോമതി അവിടെ ചോദിക്കുക, എന്താ മോളെ, എന്താ അവർ പറഞ്ഞത്, ആകാശ് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അമ്മേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. പ്രശ്നമോ, എന്ത് പ്രശ്നമാണ് മോളെ എന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മ മിത്രയുടെ വിവാഹം മുടങ്ങി, മിത്ര ഒളിച്ചോടിപ്പോയി എന്നുള്ള കാര്യം പറ. അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതിയുടെ നെഞ്ച് പൊട്ടിപ്പോ. മോളെ നീ എന്താ ഈ പറയണേന്ന് ചോദിച്ചു. അതെ അമ്മേ, ഇപ്പം അത് ആകാശ് വിളിച്ചു പറഞ്ഞതെന്ന് പറയുകയാണ്. ഇതങ്ങ് കേട്ടപ്പോഴേക്കും നമ്മുടെ ഭഗവാന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടുകയാണ് നമ്മുടെ ഗോമതി. അവിടെ ചെന്ന്, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ കണ്ണ, എൻ്റെ മിത്രമോളുടെ കല്യാണം നല്ല ഭംഗിയായി നടത്തി തരണമെന്ന്, നീ അത് കേട്ടില്ലല്ലോ കണ്ണ, നീ എന്തൊരു ചതിയാ കണ്ണ ചെയ്തേ. ഇതൊക്കെ ഇങ്ങനെ കണ്ണനോട് പറഞ്ഞ് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കാണാതെ നമ്മുടെ ആര്യൻ അതിൽ തപ്പി തേടി നടക്കുകയാണ്. ഇവരെവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ആര്യനും ആകെ ടെൻഷനുണ്ട്. മിത്രയുടെ കല്യാണം മുടങ്ങിപ്പോയതിൻ്റെ ആ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ സമയത്ത് നമ്മുടെ ഗോമതിയാണെങ്കിൽ കരച്ചിൽ. അപ്പോഴേക്കും ഈ നമ്മുടെ മിഥുനാണെങ്കിൽ
സ്വർണ്ണം എല്ലാം എടുത്തുകൊണ്ട് പോയായിരുന്നല്ലോ, ഇത് വിൽക്കാൻ വേണ്ടി അവൻ പോയത്. പക്ഷെ അവന് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ കാരണം വിൽക്കാൻ പറ്റിയില്ല. ഇവന് ചെന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ പോലീസോ മറ്റു കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇവൻ അതുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് പോരേണ്ടി വന്നു. ഇവൻ തിരിച്ച് റൂമിലേക്ക് പോരുകയും ചെയ്തു. ഈ സമയത്ത് നമ്മുടെ ഗോമതി അവിടെ ഇരുന്ന്, അതായത് കണ്ണൻ്റെ മുന്നിൽ മിത്ര എവിടെയാണെന്നറിയാതെ, അല്ലെങ്കിൽ മിത്രയുടെ ജീവിതം സേഫ് ആകാതെ ഞാൻ കണ്ണൻ്റെ മുന്നിൽ നിന്ന് പോവില്ലെന്നും പറഞ്ഞ് കണ്ണൻ്റെ ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു വശത്തിരുന്ന് നമ്മുടെ ഗോമതി കരച്ചിലും പ്രാർത്ഥനയും അങ്ങ് തുടങ്ങി. തൊട്ടരികിലും മീനുമുണ്ട്. അമ്മ കരയില്ലേ, അമ്മ വാന്നും പറഞ്ഞ് കയ്യെ കാലെ പിടിച്ച് മീനു വിളിക്കുന്നുണ്ട്. പക്ഷെ മിത്രയുടെ ജീവിതം സേഫ് ആകാതെ, അല്ലെങ്കിൽ മിത്ര എവിടെയാണെന്ന് അറിയാതെ താൻ വരില്ല എന്നുള്ള ഉറച്ചൊരു തീരുമാനത്തിലാണ് നമ്മുടെ ഗോമതി അവിടെ അങ്ങനെ ഇരിക്കുന്നത്. ഗോമതി അങ്ങനെ അവിടെ ഇരുന്ന് കരച്ചിലും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എന്തായാലും അവരുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടായേ പറ്റൂ എന്നുള്ളൊരിതിലേക്ക് തന്നെ വരുന്നു. ഈ സമയത്താണ് നമ്മുടെ കണ്ണൻ, അതായത് നമ്മുടെ മാധവൻ അതുവഴി വരുന്നത്. മാധവൻ വരുന്നു ഇവരുടെ മുന്നിലേക്ക്. മാധവൻ എന്ന് പറയുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ഗോമതി അവിടെ നിന്ന് ഭയങ്കര കരച്ചിലും പ്രാർത്ഥനയായി. എനിക്ക് എൻ്റെ മിത്രമോളുടെ ജീവിതം സേഫ് ആക്കണം, എൻ്റെ മിത്രമോളിൽ എവിടെയാണെങ്കിലും തിരിച്ചു വരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അതേ കണ്ണനെ വിളിച്ച് കണ്ണുനീരും കയ്യുമായിട്ട് നമ്മുടെ ഗോമതി പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണൻ്റെ അവരുടെ അടുത്തേക്ക് വന്നു. കണ്ണൻ അടുത്തേക്ക് വന്നിട്ട് ഗോമതിയുടെ അരികിൽ ഇരിക്കുക. അപ്പോൾ എന്തിനാ അമ്മ ഇങ്ങനെ കരയണേന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ മോളാണ്, അവളുടെ വിവാഹമായിരുന്നു ഇന്ന്, അവളിന്ന് ഒളിച്ചോടിപ്പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പോൾ എൻ്റെ മോൾ എവിടെയാണെങ്കിലും എനിക്ക് കിട്ടണേ, എൻ്റെ മോളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷെ കണ്ണൻ എൻ്റെ വിളി കേട്ടില്ല. ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് നമ്മുടെ ഗോമതി. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം അമ്മയുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും കണ്ണൻ കേട്ടിട്ടും ഉണ്ടാവും. കാരണം അമ്മയ്ക്ക് ആഗ്രഹിച്ചതുപോലെ അമ്മയുടെ മിത്രയ്ക്ക് ചിലപ്പോൾ കിട്ടുന്നൊരു ജീവിതം അത് നല്ലതല്ലെങ്കിലോ, ഇനി കിട്ടുന്ന ജീവിതമാണ് അമ്മ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതമെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ. അപ്പം അമ്മ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ മിത്രയെ ആര്യനെ കൊണ്ട് കെട്ടിക്കണം, അപ്പം അല്ലെങ്കിൽ ആര്യൻ്റെ പെണ്ണാണ് മിത്ര എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു. ആ ഒരു ഇതായിട്ടാണ് നമ്മുടെ മാധവനും സംസാരിക്കുന്നത്. മാധവൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മീനുവിനാകെ ഒരു സംശയം, എന്താ അങ്ങനെ പറഞ്ഞേ എന്നുള്ളൊരിതിൽ. എന്തായാലും അവിടെ വീട്ടിൽ എല്ലാവരും ഇപ്പം ബാലൻ്റെ മുന്നിൽ മുട്ടു കുത്തിയിരിക്കുന്നു. കാരണം താനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുതെന്നുള്ള അഹങ്കാരത്തിൽ എല്ലാം മറന്ന് ബാലനെ ആട്ടിത്തുപ്പിയ കൃഷ്ണമംഗലത്തുകാരിന്ന് ബാലൻ്റെ കാൽക്കൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. ആ ഒപ്പം ഇതെല്ലാം അവസാനിച്ച് കഴിയുമ്പം മിത്രയെയും കല്യാണം കഴിച്ച് ആര്യൻ ദേവമംഗലത്തേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. എന്തൊക്കെ പുകിലുകൾ ഇനി ഉണ്ടാകുമെന്നും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഒരു പക്ഷേ ഇവരുടെ ഈ ഒരു ദുരന്തഘട്ടത്തിൽ എല്ലാം കൊണ്ടും ഒരു താങ്ങായി നിന്ന ബാലൻ ആയതുകൊണ്ട് അവരൊരു പക്ഷെ ഒന്നും പറയാനോ എടുക്കാനോ വഴി ഉണ്ടാവില്ല. പക്ഷെ എന്താണ് വരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാനുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. ഒന്നിനൊന്ന് ഗംഭീരമായിട്ടുള്ള കഥകളാണ് നമ്മളെ തേടി വരാൻ പോണത്. ഇനിയിപ്പം മിത്രയുടെയും ആര്യൻ്റെയും കല്യാണം അത് ഏതൊക്കെ ട്വിസ്റ്റുകളിലൂടെയാണ് സംഭവിക്കുന്നത്, മിഥുൻ എന്ന് പറയുന്ന പെരുങ്കള്ളനിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ മിത്ര അതൊക്കെ കണ്ടുപിടിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ. എല്ലാവരെയും കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.